ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് പുതിയ പാഠപുസ്തകമാണ്. അതിലെ ആദ്യ യൂണിറ്റായ ദ വാംത്ത് ഓഫ് ലവ്. ദ വാംത്ത് ഓഫ് ലവ് എന്ന യൂണിറ്റിലെ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു പോയം ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞ പോയം, അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതിൻ്റെ ആക്ടിവിറ്റീസ് ഇത്രയും ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫ്രണ്ട് എന്ന പോയം ഒന്ന് വായിക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ശേഷം ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഈ ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് നോക്കിയാലോ. എ ഫ്രണ്ട്. എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ഹി കംസ് ബൈ ചാൻസ് but stays by choice. Your prices he is quick to voice. No grievous fault or passing whim can make an enemy of him. And though your need be great or small, his strength is yours throughout it all. No matter where your path may turn, your welfare is his chief concern. No matter what your dream may be, he prays your triumph soon to see. There is no wish your tongue can tell, but what it is your friends as well. The life of him who has a friend is double guarded to the end. അപ്പോൾ ഇത് നമ്മുടെ റീഡിങ്. ഇനി ഇതിൻ്റെ മീനിങ്സ് നോക്കാം നമുക്ക്. മീനിങ് ആണ് പറയാൻ പോകുന്നത്. എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ. എന്താ പറയുന്നത്? യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. അതൊരു ഒറ്റ സെൻറ്റൻസ്, ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്നത് അവിടെയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ? നമുക്ക് അതായത് നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ദുഃഖത്തിലും എല്ലാത്തിലും ഒരു കരുതലേകാനും ഉള്ളവരാണ് ഫ്രണ്ട് അല്ലെങ്കിൽ സുഹൃത്ത് അല്ലേ. ഹി കംസ് ബൈ ചാൻസ്. യാദൃശികമായിട്ടാണ് കടന്നു വരിക, പക്ഷേ നമ്മുടെ ഇഷ്ടപ്രകാരമാണ് അല്ലേ. ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. നമ്മുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഒരാളെ ഫ്രണ്ടാക്കി നിലനിർത്തുന്നത്. യുവർ പ്രൈസസ് ഹീസ് ക്വിക്ക് ടു വോയിസ്. യുവർ പ്രൈസസ് ഹീസ് ക്വിക്ക് ടു വോയിസ് പറഞ്ഞാൽ നമ്മളെ എപ്പോഴും അവർ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഫ്രണ്ട് എപ്പോഴും നമ്മളെ നെഗറ്റീവ് ആയിരിക്കില്ല പറയുക, അല്ലെ നമ്മളെ എപ്പോഴും അവർക്ക് വലിയ കാര്യമായിരിക്കും. അതേപോലെ നോ ഗ്രീവസ് ഫോൾട്ട് ഓർ പാസിംഗ് വിങ്. അതായത് ഒരു പെട്ടെന്നുള്ളൊരു തെറ്റോ പെട്ടെന്നുള്ള ആഗ്രഹമോ നമ്മളെ അവന് ശത്രുത ഉണ്ടാക്കില്ല. ക്യാൻ മേക്ക് എൻ എനിമി ഓഫ് ഹിം. നമ്മുടെ ഫ്രണ്ടും ആയിട്ട് ചെറിയൊരു തെറ്റ് പറ്റുകയോ അങ്ങനെയുള്ള പെട്ടെന്നൊരു ആഗ്രഹമോ ഒന്നും നമ്മൾ തമ്മിലല്ല, ഫ്രണ്ട്സ് തമ്മിൽ ഒരു ശത്രുത ക്രിയേറ്റ് ചെയ്യില്ല. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ. നിങ്ങളുടെ ആവശ്യം വലുതോ ചെറുതോ ഏതും ആകട്ടെ, ഹി സ്ട്രെങ്ത് ഇസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. അവരുടെ സ്ട്രെങ്ത്തും അവരുടെ ഒരു എനർജിയും അവർ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ത്രൂ ഔട്ട് നമ്മളുടേതായിട്ട് അവർ ഇരിക്കും. നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയായിരിക്കും അവരെപ്പോഴും നിൽക്കുക അല്ലേ. നോ മാറ്റർ വെർ യുവർ പാത്ത് മേ ടേൺ, യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. നമ്മളുടെ വഴി ഏത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ നല്ലതായിരിക്കും അവരുടെ പ്രധാനമായിട്ടുള്ള കൺസേൺ, നമ്മുടെ വെൽഫെയർ അല്ലേ. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, ഹി പ്രേസ് യുവർ ഡ്രീം സൂൺ ടു സീ. നമ്മുടെ സ്വപ്നങ്ങൾ എന്തുമാകട്ടെ, എന്താ പറയണത്, നമ്മുടെ സ്വപ്നങ്ങൾ എന്തു തന്നെ ആയാലും നമ്മുടെ വിജയം എത്രയും വേഗം കാണാനായിരിക്കും അവർ പ്രാർത്ഥിക്കുക. ദർ ഇസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ, ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. നമ്മുടെ നാവിന് അല്ലെങ്കിൽ നമ്മൾക്ക് പറയാൻ കഴിയുന്ന ഒരു ആഗ്രഹവും
ഒരാഗ്രഹവുമല്ല, പക്ഷെ അത് നമ്മുടെ ആഗ്രഹമായിരിക്കില്ല, പക്ഷെ അത് നമ്മുടെ സുഹൃത്തിൻ്റെതും കൂടി ആയിരിക്കും ആ വിഷ് എന്ന് പറയുന്നത്. ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട് ഇസ് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ്. സുഹൃത്തിൻ്റെ ജീവിതാവസാനം വരെ കാവൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഗാർഡ് ചെയ്യപ്പെടുന്ന ഒരാളായിരിക്കും നമ്മുടെ ഒരു ഫ്രണ്ട് എന്ന് പറയണത് അല്ലേ. അപ്പോൾ ഇതിന് ഒരുപാട് ഇന്നർ മീനിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്രിസിയേഷൻ വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്രിസിയേഷൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തന്നെ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. ഒരുപാട് പേരുടെ കമൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇടും കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് അപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യൂ. നമുക്ക് എത്ര കമൻസ് വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്രയും സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് ഇട്ട് തരാം. അടുത്തത് വരുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ലെറ്റ്സ് എക്സ്പ്ലോർ ദി പോയം. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു? ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ്. അപ്പം ഞാനൊരു ആൻസർ അവിടെ കൊടുത്താട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. മൈ ബെസ്റ്റ് ഫ്രണ്ട് സാനു. ഷീ ഈസ് വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. ഐ ലൈക്ക് ഹർ വെരി മച്ച് ബിക്കോസ് ഷീ ഓൾവേസ് സപ്പോർട്ട്സ് മീ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അനു ആണ്. അവൾ വളരെ സ്നേഹവും ഹെൽപ്പിങ്ങും ആണ്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. അടുത്ത ചോദ്യം, വാട്ട് ഡു യു ലേൺ എബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോയം? ഒരു ഗുഡ് ഫ്രണ്ട്, നല്ല സുഹൃത്ത് എന്നതിനെക്കുറിച്ച് നമ്മുടെ പോയത്തിൽ എന്താണ് പറയുന്നത്? ഉത്തരം, എ ഗുഡ് ഫ്രണ്ട് ഇസ് സംവൺ ഹു ക്യാൻ ഷെയർ അവർ ജോയ്സ് ആൻഡ് സോറോസ് ആൻഡ് ഓൾവേസ് സ്റ്റാൻഡ്സ് ബൈ അവർ സൈഡ് ഇൻ എ ഗുഡ് ആൻഡ് ബാഡ് ടൈംസ്. നമ്മുടെ ദുഃഖത്തിലും സുഖത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്നു, നമ്മുടെ നല്ല സമയത്തും ചീത്ത സമയത്തും നമ്മളുടെ ഒപ്പം നിൽക്കുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും വി ക്യാൻ ഷെയർ എനിത്തിങ് വിത്ത് ദം, എന്തും പറയാം. ദേ സീ ഓൺലി ദ ഗുഡ് സൈഡ് ഓഫ് us. നമ്മുടെ നല്ല ഭാഗം മാത്രമേ അവർ എപ്പോഴും കാണൂ. ദേ വിൽ നോട്ട് ടെൽ എനി വൺ അബൌട്ട് അവർ മിസ്റ്റേക്സ്. നമ്മുടെ മിസ്റ്റേക്സിനെ കുറിച്ച് ആരോടും പോയി പരദൂഷണം പറയുക, കംപ്ലൈൻറ്റ് പറയുക അവർ ചെയ്യില്ല. ദേ വിൽ ടേക്ക് കെയർ ഓഫ് അവർ ഓൾ നീഡ്സ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവർ ടേക്ക് കെയർ ചെയ്ത് നോക്കും. ദേ വിൽ ഓൾസോ പ്രേ ഫോർ ദ സക്സസ് ഓഫ് അവർ ലൈഫ്. അവർ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അടുത്ത ചോദ്യം, ഹൗ ഡസ് എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്സ് യുവർ ലൈഫ് മോർ സെക്യൂർ? ഒരു ഫ്രണ്ടിൻ്റെ പ്രസൻസ് നമ്മുടെ ജീവിതം സെക്യൂർ ആക്കുന്നത് എങ്ങനെയാണ്? എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് അവർ ലൈഫ് മോർ സെക്യൂർ ബിക്കോസ് ദേ സ്റ്റാൻഡ് ബൈ അവർ സൈഡ് വെൻ വി ആർ ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലമുള്ള സിറ്റുവേഷൻസ് വരികയാണ്, സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അവർ നമ്മുടെ കൂടെ നിൽക്കും. ദേ സപ്പോർട്ടസ്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അടുത്ത ചോദ്യം, ഹൗ ഡസ് ദ പോയം എൻകറേജ് us ടു ബി ഗുഡ് ഫ്രണ്ട്സ്? നല്ല ഫ്രണ്ട്സായിരിക്കാൻ നമ്മളെ എങ്ങനെയാണ് ഈ പോയം പ്രചോദനമാകുന്നത് നമുക്ക് എന്നാണ്. ദ പോയം എൻകറേജസ് us ടു ബി ഗുഡ് ഫ്രണ്ട്സ് ബൈ റിമൈൻഡിങ് us ടു ലിസൺ, അണ്ടർസ്റ്റാൻഡ്, സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് ഈച്ച് അതർ ഇൻ ഗുഡ് ആൻഡ് ബാഡ് ടൈംസ്. എപ്പോഴും നല്ല ഫ്രണ്ട്സായിട്ടിരിക്കുക പറഞ്ഞാൽ നമ്മൾ അവരെ കേൾക്കുക, മനസ്സിലാക്കുക, സപ്പോർട്ട് ചെയ്യുക, പരസ്പരം സഹായിക്കുക നല്ലതും ചീത്തയുമായ സമയങ്ങളിൽ. ആൻഡ് ഓൾസോ ബി ലോയൽ ടു ഈച്ച് അതർ ഇൻ എനി സിറ്റുവേഷൻ. സത്യസന്ധമായി ഇരിക്കുക ഏതൊരു സാഹചര്യം വന്നാലും. ഓക്കെ, ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞു. ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത്, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൺ ബിലോ. ഒരു ഗുഡ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ് ആണ് ഷെയറിങ്, കെയറിങ്, ഓണസ്റ്റ്, ഹെൽപ്പിംഗ്, സപ്പോർട്ടിംഗ്, കൈൻഡ്. അടുത്തത് ആക്ടിവിറ്റി 2, റീഡ് ദ ലൈൻസ് ഓഫ് ദ പോയം. എ ഫ്രണ്ട് ഇസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. The words care and share end with the same sound. They are called rhyming words. Find out more rhyming words from the poem. പോയത്തിൽ ഒരുപാട് റൈമിംഗ് വേർഡ്സ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ആകെ ഇത് മാത്രമേ തരുന്നുള്ളൂ. ചോയ്സ്, വോയിസ്, ടെൽ, വെൽ, ഫ്രണ്ട് ആൻഡ് എൻഡ്. ഇതല്ലാതെയും കുറേ വേർഡ്സ് അതിലുണ്ട്. ആവശ്യമുള്ളത് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും അതിന് കണ്ടുപിടിക്കാൻ പറ്റും. ആക്ടിവിറ്റി 3 ആണ്, യു ഓൾ ഹാവ് ഫ്രണ്ട്സ് ഹാവൻറ്റ് യു? നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഇല്ലേ? ഡു യു നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് യുവർ ഫ്രണ്ട്സ്? നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങൾക്ക് അറിയാമോ? ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദിയർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ചോദിക്കുക, താഴെ തന്നിരിക്കുന്ന സ്പേസിൽ എഴുതുക. ഒരു എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. ടോമി ലൈക്സ് ഫുട്ബോൾ, ഹി ഡസൻ ലൈക്ക് ക്രിക്കറ്റ്. ടോമിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, പക്ഷെ ക്രിക്കറ്റ് ഇഷ്ടമല്ല. അതുപോലെ 2 എണ്ണം ഞാൻ തരാം. രേഖ ലൈക്സ് ഡാൻസിങ്, ഷി ഡസൻ ലൈക്ക് ഫുട്ബോൾ. അവൾക്ക് ഫുട്ബോൾ ഇഷ്ടമല്ല, ഡാൻസിങ് ഇഷ്ടമാണ്. റാം ലൈക്ക് റീഡിങ്, ഹി ഡസൻ ലൈക്ക് മൊബൈൽ ഫോൺസ്. റാമിന് വായന ഇഷ്ടമാണ്, ബട്ട് മൊബൈൽ ഫോൺസ് ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ലൈക്കും ഡിസ്ലൈക്കും വെച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഫ്രണ്ട് എന്നുള്ള ചാപ്റ്ററിൽ ഉള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്രിസിയേഷൻസിൻ്റെ ക്ലാസ് വേണ്ടവർ കമൻറ്റ് ചെയ്യുക. എത്ര പേർ കമൻറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത്രയും സ്പീഡിൽ നിങ്ങൾക്ക് അപ്രിസിയേഷൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.